ഹലോ. അപ്പോൾ ഇന്നൊരു JCB എടുക്കാൻ പോയതിൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഞാനും അച്ചു മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം അനുക്ക് പുറത്തായിരുന്നു. ഇപ്പം മേലെ കയറി നിന്നോന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം വരാൻ റെഡി ആയിക്കോന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മളെന്താക്കി, കുറച്ച് ആവേശം കൂടിയിട്ട് ഒരുങ്ങിയിട്ട് മേലെ കയറി നിന്നു കേട്ടോ. നിന്ന് ഞാനൊരു വഴിയായി, അച്ചു 2 വഴി 3 വഴിയൊക്കെ ആയിട്ടോ. അത്ര നേരം കഴിഞ്ഞിട്ട് ഒരാൾ മെല്ലെ വരുന്നുണ്ട് കേട്ടോ. അനൂക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തു നിന്ന് ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു, ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ ഒരു ചിരി കണ്ടോ. ഈ ഡ്രൈവർമാരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ പറയും ഇവിടെ എത്തി, വീടിൻ്റെ അടുത്തുള്ള ആ മരത്തിൻ്റെ സൈഡിലെത്തി, അവിടെ എത്തി എവിടെ. അവർ വരാൻ ആലോചിക്കുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലെത്തിയിട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. എൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ JCB എടുക്കുന്നത്. അതായത് എൻ്റെ ഉമ്മച്ചി ഒരു ചെറിയൊരു ടൂറ്, ഒരു 1 ഡേ ട്രിപ്പ് പോയപ്പോൾ അച്ചുവിനും ഷെസൂനും കൂടെ 2 JCB വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അച്ചു എനിക്ക് സ്വൈര്യം തരുന്നില്ല, എടുത്തേ പറ്റൂന്ന്. പിന്നെ അനൂക്കാനോട് പറഞ്ഞപ്പോൾ അനൂക്ക ഓക്കെ നമുക്ക് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയായി. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഇതാണ് JCB. ഇന്ന് ഡെലിവറി ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ചളിയൊക്കെ ആക്കി. അവിടുന്ന് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോൾ പിന്നെ എന്നാൽ ഉമ്മാൻ്റെ അടുത്തും കൂടെ കയറാമെന്ന് പറഞ്ഞു, അനൂക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്തും കൂടെ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇറങ്ങി. ഉമ്മ ക്വാർട്ടേഴ്സിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവിടെയും പോയി. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അച്ചുവിൻ്റെ അവിടെ കയറി കഴിഞ്ഞ് എന്തൊക്കെയോ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാനന്തവാടി ഒരു നെയ്ച്ചോറും ചിക്കൻ പീസും മാത്രം കിട്ടുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നെയ്ച്ചോറും ചിക്കൻ പീസൊക്കെ വാങ്ങി വീട്ടിൽ പോയി. എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ.